ജനുവരി 5-ാം തീയതി വൈകിട്ട് 6:30 കാനാടിക്കാവ് മൈതാനിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു. താന്യം ഗ്രാമപഞ്ചായത്തിലെ കിഡ്നി ക്യാൻസർ ബാധിതരായ നിർധന രോഗികൾക്ക് പ്രതിമാസം നൽകുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണത്തിനായുള്ള കാനാടിക്കാവ് സാന്ത്വനം പദ്ധതി പ്രഖ്യാപനവും മറ്റ് ചാരിറ്റബിൾ സംഘടനകൾക്കുള്ള ധനസഹായ വിതരണവും ഇതോടനുബന്ധിച്ച് നടക്കുന്നു. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതിനിടെ കണ്ടശാങ്കടവിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. കണ്ടശാങ്കടവ് കോൺവെന്റ് സ്കൂളിന് മുന്നിലെ സംസ്ഥാന പാതയിൽ അണ്ടർഗ്രൗണ്ടിലെ പോർട്ടബിൾ വാട്ടർ ലൈൻ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് ആഴ്ചകളേറെയായി. പരാതിപ്പെട്ടിട്ടും വാട്ടർ അതോറിറ്റി നടപടിയെടുത്തിട്ടില്ല. കുടിവെള്ളം ക്ഷാമം നേരിടുന്ന ഈ സമയത്താണ് അധികൃതരുടെ അനാസ്ഥ മൂലം വെള്ളം പാഴാകുന്നത്. 15 ദിവസത്തിന് മുകളിലായിട്ടും വാട്ടർ അതോറിറ്റി കണ്ണടക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കണ്ടശാങ്കടവ് കോൺവെന്റിന് മുന്നിൽ 17 വാർഡ് പരിധിയിൽ പെടുന്ന മെയിൻ റോഡിൽ ഈ പോർട്ടബിൾ വാട്ടർ ലൈനിൻ്റെ അണ്ടർഗ്രൗണ്ട് ലൈൻ പൊട്ടിയിട്ട് 15ഓളം ദിവസമായി. പരാതി മെമ്പർക്കും അതിൻ്റേതായിട്ടുള്ള മെയിൻ്റനൻസ് സൂപ്പർവൈസറോട് വന്ന് നോക്കി ഒരു ആക്ഷനും എടുത്തിട്ടില്ല. ഒരു സിമ്പിൾ കേസാണ്. ഒരു ചെറിയൊരു ഡിഗിങ് നടത്തി ആ പൈപ്പിൻ്റെ ഹോൾ അടക്കിയാൽ വേണം. സിമ്പിൾ കേസ്. വെള്ളം ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. 17ഉം 18ഉം 3 വാർഡിൽ കുടിവെള്ളം കൊടുക്കുന്നത് ഈ പൈപ്പാണ്. എന്നിട്ട് പോലും ആൾക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇത് നന്നാക്കി കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം.